ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് വളരെ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ലൂക്ക 1:39. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ അനശ്വരനായ പിതാവിന്റെ മകനും ലോകത്തിന്റെ സൃഷ്ടാവും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാവുമായവനെ ഉദരത്തിൽ ഗർഭം ധരിച്ച പരിശുദ്ധ കന്യകയെ പ്രത്യേകം വണങ്ങുന്നു. പരിശുദ്ധ മാതാവിന്റെ സന്ദർശന തിരുനാൾ ചില മഹാസത്യങ്ങളെയും സംഭവങ്ങളെയും നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. മംഗളവാർത്തയ്ക്ക് ശേഷം ഉടനെ തന്നെയാണ് പരിശുദ്ധ മാതാവ് തന്റെ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിക്കുന്നത്. മറിയത്തിന്റെ വന്ദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന സ്നാപക യോഹന്നാൻ തന്റെ മൂലപാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടു. എലിസബത്ത് മറിയത്തെ ഇപ്രകാരം സ്തുതിക്കുന്നു: ദൈവപുത്രന്റെ അമ്മയായ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഇന്ന് തിരുസഭയുടെ ദിനംതോറുമുള്ള പ്രാർത്ഥനകളുടെ ഭാഗമായി മാറിയിട്ടുള്ള എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന മറിയത്തിന്റെ പ്രസിദ്ധമായ സ്തോത്രഗീതം ദൈവസ്നേഹത്തെ എടുത്തു കാണിക്കുന്നു. എപ്രകാരമാണ് എലിസബത്ത് നമ്മുടെ പരിശുദ്ധ കന്യകയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞത്? തനിക്ക് പരിചയമുള്ള തന്റെ ഈ ചെറിയ ബന്ധു തന്റെ ദൈവപുത്രന്റെ അമ്മയാണെന്ന കാര്യം അവൾ എങ്ങനെ അറിഞ്ഞു? അവൾ അതറിഞ്ഞത് അവളുടെ ഉദരത്തിലുള്ള ശിശു മുഖാന്തരമാണ്. ജീവനിലേക്കുള്ള പെട്ടെന്നുള്ള ആ പ്രവേശനം സന്തോഷത്തിന്റെ ഒരു കുതിച്ചുചാട്ടമായിരുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരികയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നാം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ അനുഭവവും അവളുടേതിന് തുല്യമായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം.